ഇന്നത്തെ സത്സംഗ വേദിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഓം സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഭാഗവത കഥാമൃതം നമുക്ക് പകർന്നു തരുന്ന ടീച്ചറാണ് ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യഃ പരമഗുരുഭ്യഃ സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഗണഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്ക് ഇന്ന് നവരാത്രിയെ കുറിച്ച്, ദേവിയെ കുറിച്ച് ഒരു ഭജനം വല്ലി പാടാന്ന് പറഞ്ഞു. ശ്രീമതി ചേച്ചി ഒരു കഥ പറയാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം വല്ലി ഭജനം കഴിഞ്ഞിട്ട് ശ്രീമതി ചേച്ചിയുടെ കഥ നമുക്ക് തുടങ്ങാം. പാടാൻ അറിയുന്നോണ്ട് പാടുന്നതല്ല, പക്ഷെ പാടിക്കഴിയുമ്പോ എന്തോ ഒരു ആത്മസമർപ്പണം ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് പാടുന്ന. അല്ല, അങ്ങനത്തെ തന്നെയാ വേണ്ടേ. നമ്മുടെ ശബ്ദം നമുക്ക് ദേവിക്ക് സമർപ്പിച്ചതാണ്. അതിന് നമ്മളുടെ ആചാര്യന്മാര് പറഞ്ഞത്, നിങ്ങൾ സംഗീതം പഠിക്കാൻ പോയവരൊന്നും ആവണ്ട ഭജനം പാടണമെങ്കിൽ. അവനവന്റെ ശബ്ദത്തില് അവനവനെ പറ്റുന്നത് മാതിരി അവനവൻ പാടി രസിക്കുക ആദ്യം. ആ രസത്തിലാണ് പിന്നെ പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് വരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാടി 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 നമ്മൾ രസിക്കും. അപ്പൊ അതിൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും, ഒരു സംതൃപ്തി കിട്ടും. ദേവിയെ അങ്ങനെയാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. വല്ലി ചൊല്ലിക്കോളൂ ഭജനം. ശ്രീ ഗുരുഭ്യോ. വിശ്വലോചനി അമ്മ വിശാലാക്ഷിമാ ശ്രീ ഗുരു ഗുഹജനനി വിശാലാക്ഷിമാ. വിശ്വലോചനി അമ്മ വിശാലാക്ഷിമാ ശ്രീ ഗുരു ഗുഹജനനി വിശാലാക്ഷിമാ. മാതാന്നപൂർണേ ഭുവനേശ്വരി മാ സദ്ഗുരു സ്വരൂപിണി ഭുവനേശ്വരി മാ. മാതാന്നപൂർണേ ഭുവനേശ്വരി മാ സദ്ഗുരു സ്വരൂപിണി ഭുവനേശ്വരി മാ. വിശ്വലോചനി അമ്മ വിശാലാക്ഷി മാ ശ്രീ ഗുരു ഗുഹജനനി വിശാലാക്ഷി മാ. ഭുവനേശ്വരി മാ രാജേശ്വരി മാ ഭുവനേശ്വരി മാ. മാതാന്നപൂർണേശ്വരി മാ മാതാന്നപൂർണേശ്വരി മാ. മാതാന്നപൂർണേ ഭുവനേശ്വരി മാ സദ്ഗുരു സ്വരൂപിണി ഭുവനേശ്വരി മാ. രാജേശ്വരി മാ ഭുവനേശ്വരി മാ മാതാന്നപൂർണേശ്വരി മാ. വിശ്വലോചനി അമ്മ വിശാലാക്ഷി മാ ശ്രീ ഗുരു ഗുഹജനനി വിശാലാക്ഷി മാ. മാ ജയ ജയ മാ മാ ജയ ജയ മാ മാ ജയ ജയ മാ. നന്നായിട്ടുണ്ടേ വല്ലി, നന്നായിട്ട് ചൊല്ലി, നന്നായിട്ട് പാടി. ചൊല്ലി നല്ല നന്നായി പാടി. അപ്പൊ നമുക്ക് ഇന്ന് ശ്രീമതി ചേച്ചി ഒരു കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടങ്ങാം, ടീച്ചർ പൂർത്തിയാക്കണം. എനിക്ക് വലിയോടും എല്ലാരോടും പറയാനുള്ളത്, പിന്നെ ഇതിനപ്പുറം ഒരു കഥ ഉണ്ടാവുമല്ല, ശ്ലോകത്തിനപ്പുറം ഒരു കഥ ഉണ്ടാവുമല്ല.
3 ദിവസം ഇന്ന ദേവീനെ പൂജിക്കണം, 3 ദിവസം ഇന്ന ദേവീനെ പൂജിക്കണം. ഞാൻ എന്നിട്ട് ഇങ്ങനെ നിങ്ങളെ കഴിയുമ്പോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ എന്നിട്ട് സ്വസ്തികന്റെ ഇത് നോക്കി. സ്വസ്തിക ആദ്യത്തെ ദിവസം ശ്രാവൺ ചൊല്ലിനെ ചെയ്തത്, രണ്ടാമത്തെ ദിവസം സ്വസ്തികന്റെ കയ്യിൽ നിന്നും കിട്ടിയത്. എന്തിനാണ് ദേവീനെ പൂജിക്കുന്നില്ല, നവമി ആഘോഷിക്കുന്നില്ല എന്ന് അതിന്റെ ഇത് കിട്ടിയൊക്കെ. മഹിഷാസുരനെ പിന്നെ മർദ്ദിച്ചത് കൊന്നത് കൊണ്ടാണ് ദേവിക്ക് ഇങ്ങനെ ഒരു നവമി പൂജ ദേവന്മാരെല്ലാം പൂജിക്കുന്നത്. പിന്നെ മഹിഷാസുരൻ പിന്നെ ബ്രഹ്മാവിനോട് വരം മേടിച്ചു, എന്നെ പുരുഷന്മാരുടെ കയ്യിനെ കൊണ്ട് ചാവാൻ പാടില്ല. അന്നേരം ബ്രഹ്മാവ് പറഞ്ഞു, എന്നാ സ്ത്രീകളുടെ കയ്യിനെ കൊണ്ട് കൊന്നാ. അങ്ങനെ വരും. അന്നേരം മഹിഷാസുരന് സ്ത്രീകൾ എന്ന് പറയുമ്പോ വലിയ കുറ്റാന്ന്, സ്ത്രീകൾ കൊല്ലാനൊന്നും വരൂലല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രന് ഈ വരം കിട്ടിയ പിന്നെ ഈ മഹിഷാസുരമർദ്ദന് ഇന്ദ്രനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. പിന്നെ അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോ പിന്നെ ഇന്ദ്രനും പിന്നെ വിഷ്ണു എല്ലാരും ശിവനും എല്ലാരും കൂടെ അവരെ ആവാഹിച്ചൊരു വലിയൊരു രൂപം ഉണ്ടാക്കി. ആ രൂപം ഉണ്ടാക്കി അത് കത്തി വലിയൊരു അഗ്നി ഉണ്ടായി. അതിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട് ദേവിക്ക് പിന്നെ 18 കൈകളാ. ഞാൻ ഇന്നലെ ഒരു ദിവസം കേട്ടതാണ്. 18 കൈകൾക്കും ആയുധങ്ങള് ഇവര് ദേവന്മാര് കൊടുത്തു. അത് അങ്ങനെയാണ് മഹിഷാസുരനെ ദേവി കൊല്ലുന്നത്. അപ്പൊ ഈ ദേവന്മാര് വർണ്ണിക്കുന്നതാണ് ഈ ദേവീന ഇങ്ങനെ ഇത്ര ദിവസം നവമി പൂജ ചെയ്ത് പൂജിക്കലും പ്രാർത്ഥിക്കലും. അപ്പൊ അവര് പറഞ്ഞു, ഈ ശ്ലോകം ആര് ദേവീനെ പറ്റി ചൊല്ലുന്നു ജനങ്ങൾക്കും അനുഗ്രഹം കൊടുക്കണം. പക്ഷെ ദേവി പറയുന്നുണ്ട് എന്നോട് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറയാൻ പാടില്ല, പിന്നെ എന്നെ സമർപ്പിക്കാനേ പാടില്ല. പക്ഷെ ഈ ദേവി ആരാന്ന് ദേവിയിലെ കഥ എന്താ പറഞ്ഞത്? ദേവി ആരാന്ന തത്വം പറഞ്ഞത്? നമ്മളെ ശരീരത്തിലുള്ള ഓരോ അവയവവും ആണ് ദേവി. അതെ, ഓരോ ഊർജം, ഓരോ അവയവത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഊർജമാണ് ശക്തി. ആ ശക്തി സ്വരൂപിണിയാണ് നമ്മൾ പല രൂപത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ തത്വം ഇപ്പൊ ചേച്ചി കഥ പറഞ്ഞതിൽ ഏത് കഥയും നമ്മൾ പഠിപ്പിക്കുന്നത് അതിലെ തത്വമാണ്. ഇപ്പൊ മഹിഷാസുരൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള പോത്തായിരിക്കുന്ന അവള് സ്വസ്തിക എരുമാന്നാ പറഞ്ഞത്. അന്നേരം എന്റെ മനസ്സിലുണ്ട് പിന്നെ എരുമയല്ല പോത്താന്ന് എന്റെ മനസ്സിലുണ്ട്. അതെ, പോത്തിന്റെ സ്വഭാവം. ഈ പോത്തിന്റെ സ്വഭാവമാണ് നമ്മളൊക്കെ കാണുന്ന, നമ്മളൊക്കെ മഹിഷാസുരന്മാര് തന്നെയാണ്. ചില സമയത്ത് നമ്മളിലൊക്കെ കാമം, ക്രോധം, ലോഭം, ഈ പോത്തിന്റെ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലുള്ളത് നമ്മളെ ദുഷ്ടത്തരങ്ങള് നീങ്ങാൻ വേണ്ടി ദേവി യുദ്ധം ചെയ്യുന്നതാണ്. നീക്കി കളയാൻ വേണ്ടി ദേവി എല്ലാം നമ്മളെ ശരീരത്തില്. ശിവൻ എന്ന് പറഞ്ഞ മംഗളാണ്. അതെ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തിനെ, ആസുരീക ശക്തിയെ ദൈവീക ശക്തി കൊണ്ട് കീഴടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നവരാത്രി പൂജ, ദേവിയെ പൂജിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള മഹിഷന്റെ പോത്തു സ്വഭാവത്തിലുള്ള ദുർഗുണങ്ങളാണ് കാമം, ക്രോധം, ലോഭം, മോഹം. ഇതൊക്കെ മഹിഷന്റെ സൈന്യങ്ങളാണ്. അതായത് അസിലോമ, രക്തബീജൻ, ഇവരൊക്കെ പറയുന്നത് ബാഷ്കളൻ, അസിലോമ, ഇതൊക്കെ മഹിഷാസുരന്റെ സൈന്യങ്ങളാണ്. അവരുടെ ഒക്കെ പേരുകളാണ്. അതേ ഒന്ന് ക്രോധം, ഒന്ന് കാമം, ഒന്ന് ലോഭം, ഒന്ന് മോഹം, ഒന്ന് ഇങ്ങനെയുള്ള എല്ലാം എന്താ പറയേണ്ടത്, ദുഷ്ടശക്തികൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് തന്നെ. ഈ നമ്മുടെ മനസ്സിലെ ദുഷ്ടശക്തികളെ, ആസുരിക ശക്തികളെ കീഴടക്കും. എന്തുകൊണ്ട്? ദൈവീക ശക്തി കൊണ്ട്. ആ ദൈവീക ശക്തിയാണ് നമുക്ക് ദേവിയിൽ നിന്ന് പ്രാപ്തമാക്കേണ്ടത്. ആ ഊർജത്തെ, ദൈവീക ശക്തിയെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദേവി ഉള്ളത്. ആ ദേവിയുടെ ഊർജത്തെ, കുണ്ടലിനി ശക്തി എന്നൊക്കെ യോഗയിൽ പറയുന്നത്
നമ്മുടെ 6 ഷഡാധാരങ്ങളിൽ, അതായത് നമ്മുടെ ബാക്കിൽ നമ്മൾ പറയുന്നില്ലേ, എന്താ, നമ്മുടെ സുഷുപ്ന നാഡിയിൽ തന്നെ 6 ഷഡാധാരങ്ങളുണ്ട്. അപ്പൊ മൂലാധാരത്തിൽ നിന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശക്തിയെ ഉയർത്തി 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 സഹസ്രാരത്തിൽ, ഇവിടെയാണ് സഹസ്രാരം, ഇവിടെയാണ് ആജ്ഞാചക്രം. അപ്പം ഈ ചക്ര ഇവിടുന്നൊക്കെ നമ്മുടെ ശക്തി ഉയർന്ന് 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 വരുമ്പോ ഇവിടെ ആ ശക്തി എത്തുമ്പോഴാണ് അത്രയും നമുക്ക് ആനന്ദം ഉണ്ടാകുക, പരമാനന്ദം ഉണ്ടാകുക. ഇവിടെയാണ് ശിവൻ. മംഗളമായിട്ടുള്ളതൊക്കെ വസിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ മംഗളമായിട്ട് എന്താ ഇവിടാന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തയാണ്. ആ ചിന്തയുമായിട്ട്, നല്ല സച്ചിന്തയുമായിട്ട് ശക്തി കൂടി ചേരുമ്പോഴാണ് ഈശ്വരീയ ശക്തിയായിട്ട് മാറുന്നത്. ക്ഷമ എന്നുള്ള സദ്ഗുണം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ആ ശക്തി ചേരുമ്പോൾ അതൊരു ഈശ്വരീയ ഗുണമായി മാറുന്നു. കരുണ എന്നുള്ള ഒരു ഒരു ഭാവന നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് സച്ചിന്തയുമായിട്ട് ഈശ്വരീയ ഗുണവുമായി ചേരുമ്പോഴേക്കും ദേവി അവിടെ പ്രവർത്തിക്കുന്നു. അപ്പം എല്ലാ സച്ചിന്തകളും എല്ലാ ഈശ്വരീയ ഗുണങ്ങളെയും, ശക്തി എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷെ ഈശ്വരീയ ഗുണങ്ങളുമായി ശക്തിയെ യോജിപ്പിക്കണം. ഈശ്വരീയ ഗുണങ്ങളുമായിട്ട് ശക്തിയെ യോജിപ്പിക്കണം, ദുർഗുണങ്ങളുമായിട്ടല്ല. നമ്മിൽ ദുർഗുണങ്ങളും ഉണ്ട്, നമ്മുടെ മഹിഷാസുരനും ഉണ്ട്, നമ്മുടെ ദേവിയുടെ നല്ല ഗുണങ്ങളുണ്ട്. അപ്പം ഈ ശക്തി തന്നെയാണ് മഹിഷാസുരനും ശക്തി കൊടുത്തത്. അത് തന്നെയാണ് കാമത്തിനും ക്രോധത്തിനും ലോഭത്തിനും ഒക്കെ ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തിയൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന ശക്തിയാണ്. സമൂഹത്തെ നശിപ്പിക്കുന്നത്, വ്യക്തികളെ നശിപ്പിക്കും, സമൂഹത്തെ നശിപ്പിക്കും, ദേശത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ആ ശക്തിയെ നശിപ്പിച്ച് സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. അത് തരാനാണ് നമ്മുടെ ദേവിയെ നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ സദ്ഗുണമാക്കി മാറ്റണേ അമ്മേ എന്നും പറഞ്ഞിട്ട് ശക്തിയെ, ഊർജത്തെ നാം അമ്മയായി സങ്കല്പിച്ചിട്ട് നാം അതിനെ വളർത്തിയെടുക്കുന്നതാണ് നമ്മുടെ നവരാത്രി ആഘോഷം. ഈ 9 ദിവസവും നാം ആ ഒരു ഈ ശക്തിയെ വളർത്തി ഇനി എന്താ വേണ്ടത്? നമ്മുടെ അവസാനത്തെ അഷ്ടമി ദിവസം എല്ലാം സകല വസ്തുക്കളും, നാം എന്തൊക്കെ വസ്തുക്കൾ കൊണ്ട് നാം ജോലി ചെയ്യുന്നു, സകല വസ്തുക്കളും അമ്മ തന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതാണ്, പ്രപഞ്ച മാതാവിൻ്റെതാണ്. എല്ലാം സമർപ്പിക്കുന്നതാണ് ആയുധ പൂജ. നാം പഠിക്കുന്നത് പുസ്തകം കൊണ്ടാണ്, അത് അറിവ് നേടുന്നത് പുസ്തകമാണ്. ആ ഏത് പുസ്തകത്തിലെ കൂടിയും നാം അറിവ് നേടുന്നുണ്ട്. അപ്പം അതും അമ്മയുടെ പാദങ്ങളിൽ നാം സമർപ്പിച്ചിട്ട്, അമ്മ എനിക്ക് വിദ്യ, ചിന്താമണി എന്ന ഒരു രത്നം തന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഇത് സച്ചിന്താമണി. ആ ചിന്തിക്കണം. നോക്കൂ, ഈ ലോകത്ത് എത്രയെത്ര വലിയ വലിയ മൃഗങ്ങളുണ്ട്. നമ്മളെക്കാൾ ശാരീരികമായ ശക്തിയുള്ള എത്രയോ മൃഗങ്ങളുണ്ട്. ആനയൊക്കെ നമ്മളെക്കാൾ എത്ര ശാരീരിക ശക്തിയിൽ മുന്നിലാണ്. പക്ഷെ മനുഷ്യന്റെ വിവേകശക്തി കൊണ്ട്, അവന്റെ ആ ഒരു ശക്തി കൊണ്ട് അവൻ എന്താ ഈ മൃഗങ്ങളെയൊക്കെ കീഴടക്കി തനിക്ക് അടിമയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നു. അത് ആണ് മനുഷ്യന്റെ ചിന്താമണി. ആ ചിന്താമണി ഒരു രത്നമാണ്. അതിനെ നാം സച്ചിന്തകളാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടി എന്ന് പറയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നോക്കണം, മനുഷ്യനാണോ കൂടുതൽ വളരുന്നത്, ദേവിയാണോ? സച്ചിന്തയാണോ ദുഷ്ചിന്തയാണോ? സച്ചിന്തയാകുമ്പം ദേവിയുടെ അനുഗ്രഹം കിട്ടി, ദുഷ്ചിന്തയാണെങ്കിൽ മനുഷ്യൻ കൂടുതൽ വളരുന്നുണ്ട് എന്ന് നോക്കാം. ദേവി മഹാത്മ്യത്തിൽ നമുക്ക് കുറേ തത്വങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ, കുറേ തത്വങ്ങൾ. ഞാൻ ഒരു തത്വം മഹിഷാസുരമർദ്ദനിയിലും ഇതന്നെ കഥ. കഥ ഇത് തന്നെ. പക്ഷെ അത് ഈ കഥ അറിയണമെങ്കിൽ 15 രൂപയില്ലോ ടീച്ചറ് മുമ്പ് കടലാസിൽ എഴുതിയിട്ട് ഞങ്ങൾക്കെല്ലാം കൊണ്ടുതന്നതല്ലേ. അതെ, ഇപ്പൊ കമലാശേച്ചിക്കെല്ലാം എത്ര കൊണ്ടുതന്നിന് മഹിഷാസുരമർദ്ദനിന്റെ ശ്ലോകം കടലാസിൽ 21 ശ്ലോകമുണ്ട്. മഹിഷാസുരമർദ്ദിനി ശ്ലോകം. അത് ഈ മാടായിക്കാവില അങ്ങനെയില്ല, ക്ഷേത്രത്തിൽ പോയാൽ 15 ഉപ്പയില്ലോ. ആ 15 ഉപ്പയ്ക്കുമൊക്കെ മഹിഷാസുരമർദ്ദിനി സ്തോത്രം മേടിച്ചാല് ഈ കഥ മുഴുവനും അതിൻ്റെ അകത്തുണ്ട്. അതുണ്ട്.
അല്ലാതെ ദേവി മഹാത്മ്യത്തിലുണ്ട് ചേച്ചി കഥയിലായി. അത് വലിയ പുസ്തകല്ലേ, അത് ദേവി മഹാത്മ്യം നമ്മളെ പോലത്തെ. പക്ഷെ എല്ലാം വിഷമാന്ന് പറഞ്ഞാലും ഞങ്ങളത് പഠിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ദേവി മഹാത്മ്യം. അത്ര വലിയ പുസ്തകമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ വലിയ അക്ഷരത്തിൽ ദേവി മഹാത്മ്യം. ഇതിൽ ആദ്യം മധുകൈടഭ വധം പറയുന്നുണ്ട്, മഹിഷാസുര വധം പറയുന്നുണ്ട്, ശുംഭനിശുംഭന്മാരുടെ കഥ പറയുന്നുണ്ട്. ഇതിൽ കുറെ ശ്ലോകങ്ങൾ മുഖേനയാണ് കഥയൊക്കെ പറയുന്നത്. അതായത് ഒരു വൈശ്യ നാല് ഇതേ ശ്ലോകേ കേട്ടില്ല, ബാക്കി കേൾക്കണത്ര. ഇന്നലെ എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് സ്വസ്തികന്റെ ബാക്കി 8, 9, 10, 11 പറയുന്നില്ല, അതെല്ലാം കേട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ജോലിയില്ല ഇവർക്ക് ഇതെല്ലാം ചെയ്യാനും കേൾക്കാനും പറയാനും എല്ലാം ബുദ്ധിമുട്ടാന്ന്. അങ്ങനെയല്ലേ ഞാൻ പറയില്ലേ, ഇവർക്ക് സമയമില്ലാന്നല്ലേ. പക്ഷേ പിന്നെ വേണമെന്ന് വിചാരിച്ചാല് ജോലിക്കാർക്കും ചെയ്യാം. സ്വസ്തിക ഓഫീസിൽ ഓള് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ സമയം വൈകി, എനിക്ക് ഓഫീസിൽ പോവാൻ വൈകി. അതിന്റെ ഇടക്ക് അവള് മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, മോള് ഉമ്മ കൊടുക്കാൻ വരുന്നു, അമ്മ യാത്രയാക്കുന്നു. ഈ തിരക്കിനിടയിലും സ്വസ്തിക ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലിയില്ലവർക്കും ഇത് പ്രശ്നമല്ല, സമയം എത്തിയാൽ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആക്ടിവിറ്റിന്, നമ്മുടെ കാര്യക്രമങ്ങളിൽ ഏതാണോ പ്രാധാന്യം അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സമയം അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പം എപ്പോഴും എല്ലാവർക്കും സമയമുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നില്ലേ, ജോലിയുള്ളവരൊക്കെ ഇപ്പൊ സത്സംഗത്തിന് വന്നില്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും സമയമുണ്ട്. എല്ലാവരും അതിനു വേണ്ടി മാറ്റിവെക്കണം. അപ്പം ദേവി ആഘോഷം, അതായത് നവരാത്രി ആഘോഷം നാം എന്നും ആഘോഷിക്കും. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങള്, പിന്നെ ഒരു ഭജനം ചൊല്ലി ശ്രീമതിയേച്ചി മഹിഷാസുരന്റെ കഥ പറഞ്ഞു, അതിന്റെ തത്വം കുറച്ച് ഞാനൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമുക്ക് നാളെയും മഹിഷാസുര മർദിനിയോ അല്ലെങ്കിൽ മധുകൈടഭ വധായിട്ടോ അല്ലെങ്കിൽ ശുംഭനിശുംഭന്മാരുടെ ഇന്നലെ വലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ തത്വം. അപ്പം നമുക്കിന്ന് നമ്മുടെ പാഠത്തിലേക്ക് പോകാമെന്ന്. ശ്രീമദ് മഹാഭാഗവതമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നാം 14-ാം അധ്യായം തുടങ്ങി. 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അർജുനനെ ദ്വാരകയിൽ പറഞ്ഞയച്ച് 6-7 മാസമായി തിരിച്ചു വരാതെ ധർമ്മപുത്രർക്കുള്ള സങ്കടമാണ് നാം ഇന്നലെ പഠിച്ചത്. അതിനുശേഷം ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആ ദുർലക്ഷണങ്ങളാണ് ഇനി നാം പഠിക്കേണ്ടത്. അപ്പം സരോജിനി ചേച്ചിയാണ് വായിക്കുന്നത്. സരോജിനി ചേച്ചി 7-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് 15-ാമത്തെ ശ്ലോകം വരെ വായിക്കാം. സരോജിനി ചേച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഥമസ്കന്ധം യുധിഷ്ഠിരവാച. സംപ്രേഷിതോ ദ്വാരകായ വിഷ്ണോർബന്ധു വിചിക്ഷയാ നാദും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം യഥാ സത്താധുനാമാസ ഭീമസേന തവാനുജ മായാദികസ്യ ബാഹേതോർനാഹം വേദതമഞ്ജസ അഭിദേവർഷിണ ആദിഷ്ട സ കാലോയം ഉപസ്ഥിത യഥാ ആത്മനോ അംഗമാക്രീഡം ഭഗവാനുത്സിസൃക്ഷതി യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാശ്ച യഥനിഗ്രഹാത് പശ്യോത്പാദാൻ നരവ്യാഘ്രാദിവ്യാൻ ബഹുമാൻ സദൈഹികാൻ ദാരുണാൻ സംസദോ ദൂരാ ഭയം നോ ബുദ്ധിമോഹനം പൂർവക്ഷി ബാഹവോ മഹ്യം സ്ഫുരന്ത്യംഗ പുനഃ പുനഃ വേവദുശ്ചാപി ഹൃദയേ ആരാദാസ്യന്തി വിപ്രിയം ശിവൈഷോദ്യം ആദിത്യ അഭിരൗത്യനലാനന മാമംഗസാരമേയോ അയ അഭിരേവത്യഭിരുവതേ ശസ്താ കുർവന്തി മാ സംവ്യം ദക്ഷിണം വശോപരേ വാഹംസ പുരുഷ വ്യാഘ്ര രക്ഷയേ രുദതോ മമ മൃത്യുദൂത കബോധയ ഉലൂക കമ്പയൻ മനഃ പ്രതിലോകശ്ച ഗുഹ്യാനൈരനിദ്രോ ശൂന്യമിച്ഛത് ൂമാദിശ പരിതയ കമ്പലേതു സഹാദ്രിഭിഃ. ഇത്ര വരെ മതി നമുക്ക്. ഇതും കൂടി ചൊല്ലിയിട്ട് പറഞ്ഞു. നിർഗാദശ മഹാസ്താദ സാഗന്ധ
സാഹജ സന ഇത് 16ാമത്തെ ശ്ലോകം എങ്ങനെ വായിച്ചു പോവായിരുന്നു അല്ലെ? ഇങ്ങനെ ലയിച്ചിട്ട് നമ്പർ നോക്കിയില്ല അല്ലെ? എനിക്ക് ഇങ്ങനെ വായിച്ചു പോവായിരുന്നു. എന്തായാലും വേഗത്തിൽ നല്ല വൃത്തിയിൽ ചൊല്ലി, വേഗത്തിൽ നല്ല വൃത്തി ചൊല്ലി എപ്പോഴും ഭാഗവതം വായിക്കാൻ ഈശ്വര കൃപ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് മ്യൂട്ടാക്കി. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വാച്യാർത്ഥത്തിലേക്ക് പോകാം. എന്താണ് യുധിഷ്ഠിർ പറയുന്നത്? സംപ്രേഷിതോ ദ്വാരകായ വിഷ്ണു ബന്ധുദീദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. യുധിഷ്ഠിരൻ പറഞ്ഞു, ബന്ധുക്കളെ കാണുവാനായിട്ട് പുണ്യശ്ലോകനായ കൃഷ്ണന്റെ ചരിത്രം അറിയുവാനും വേണ്ടി അർജുനനെ ദ്വാരകയ്ക്ക് അയച്ചുവല്ലോ. ഗധാ സപ്താദുമാസ ഭീമസേന തവാനുജഃ ന്യായാദീകസ്യ വാഹോ ജ്ഞാഹം വേദേദമഞ്ജസാ. ഹേ ഭീമസേന, നിന്റെ അനുജൻ പോയിട്ട് മാസങ്ങൾ 7 കഴിഞ്ഞുവല്ലോ, ഇനിയും വന്നിട്ടില്ല. എന്തു കാരണമെന്ന് പരമാർത്ഥമായിട്ട് ഞാൻ അറിയുന്നില്ല. അഭിദേവശ്രിണാതിഷ്ഠ സകാലോയമുപസ്ഥിതഃ യത് ആത്മനോഘമാക്രീഡം ഭഗവാനുസൃച്ഛതി. ശ്രീകൃഷ്ണ ഭഗവാൻ ക്രീഡാർത്ഥം സ്വീകരിച്ചതായ മനുഷ്യ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ പോകുന്നു എന്ന് ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞതായ ആ കാലം സമീപിച്ചു. അല്ലാതെ ദുർലക്ഷണങ്ങൾ കണ്ടിട്ട് പേടിച്ചിട്ടും ഒക്കെയാണ്, മനസ്സിന്റെ ഒരു പാരവശ്യം പേടിയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് യുധിഷ്ഠിരൻ. യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണകുലം പ്രജാഃ ആസൻ സപജ്ഞ വിജയോ ലോകാസായതനുഗ്രഹാത്. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് സമ്പത്തുക്കൾ, രാജ്യം, ഭാര്യ, പ്രാണങ്ങൾ, കുലം, പ്രജകൾ, ശത്രുജയം, സത്കർമാനുഷ്ഠാനത്താൽ സിദ്ധിക്കാനുള്ള പുണ്യലോകങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത്. പശുൽപാധാൻ നരവ്യാഘ്രദിവ്യാൻ ഭൗമാൻ സദൈഹികാൻ ദാരുണാൻ സംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹേ മനുഷ്യരിൽ ശ്രേഷ്ഠനായ ഭീമ, നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതായ കഠോരമായ ഭയം സമീപിച്ചിരിക്കുന്നുവെന്ന് നമ്മളെ അറിയിപ്പിക്കുന്ന ഘോര ലക്ഷണങ്ങൾ ശരീരത്തിലും ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകുന്നതിനെ നോക്കുക. പൂർവക്ഷിബാഹവോ മഹ്യം സ്ഫുരന്ധ്യംഗം പുനഃ പുനഃ വേപദുശ്ചാഭിഹൃദയാ മാരാധ്യാസന്തി വിപ്രിയം. ഹേ ഭീമ, എന്റെ ഇടത്തെ തൊടാൻ കൈ, കൺ ഇവ അടിക്കടി തുടിക്കുന്നു. ഹൃദയത്തിൽ ഭയവും ജനിക്കുന്നു. ഈ ലക്ഷണങ്ങൾ എനിക്ക് അടുത്ത അവസരത്തിൽ അപ്രിയം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ബുക്ക് നമ്മുടെ ഭാഗവതം തന്നെ പറയാണ്. എന്തുവാ? നമ്മുടെ ഇടത് തൊട, കൈ, കൺ ഇവ അടിക്കടി തുടിച്ചാൽ ദുർലക്ഷണമാണെന്ന് നമ്മെ ബോധിപ്പിക്കുകയാണ്. ശിവേ ശോധ്യന്തമാദിത്യം അഭീരൗചലാലന മാമംഗസാരമേയോയം അഭീരൗചിരുവത്. ഹേ സഹജ, മുഖത്തിൽ നിന്ന് അഗ്നിയെ പുറപ്പെടുവിച്ചുകൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കുറുക്കൻ കരയുന്നു. ഈ സ്വാവ് എന്റെ നേർക്ക് ധൈര്യത്തോടെ ചാടി വന്ന് കുലയ്ക്കുന്നു. ശസ്ഥാകുർവണ്ടി മാംസവ്യം ദക്ഷിണം പശവോപരേ വാഹാംസ പുരുഷവ്യാഘ്ര രക്ഷയേരുദധോ മമ. ശ്രേഷ്ഠങ്ങളായ പശുക്കൾ മുതലായവ എന്റെ ഇടതുഭാഗമായിട്ട് സഞ്ചരിക്കുന്നു. കഴുത മുതലായ നിന്ദ്യങ്ങളായ മൃഗങ്ങൾ എന്റെ വലതുഭാഗമായിട്ട് സഞ്ചരിക്കുന്നു. ഹേ പുരുഷ ശ്രേഷ്ഠ, കുതിരകൾ എന്നെ നോക്കി കരയുന്നു. ഈ മാതിരി അശുഭ ലക്ഷണങ്ങളെ ഞാൻ കാണുന്നു. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ഓരോന്നും പറയാറില്ലേ? ഓരോന്നും നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ചൂല് കണ്ടാൽ അശുഭ ലക്ഷണമെന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ? ഇതേമാതിരി ഇപ്പൊ യുധിഷ്ഠിര് ഓരോ അശുഭ ലക്ഷണങ്ങൾ പറയുന്നത് ഇതൊക്കെ ബുദ്ധിയിലുള്ളത് തന്നെയാണ്. ചിലതൊക്കെ നമുക്ക് സത്യമായിട്ട് ഭവിക്കാറുണ്ട് അല്ലേ? പക്ഷെ അതൊന്നും എല്ലാവർക്കും എല്ലാ സമയവും സത്യമായിട്ടൊന്നും ഭവിക്കില്ല. ഇത് ഭയം കൊണ്ട് ജനിപ്പിക്കുന്നതാണ്
ഈ ഭയം തന്റെ മനസ്സിലുള്ള ഭയമാണ്. 7 മാസമായിട്ടും അർജുനൻ വരാതിരിക്കുമ്പോൾ, നമ്മുടെ കുട്ടി പുറത്തു പോയിട്ട് നമുക്ക് വരാതിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാ തോന്നുക? ഒരു സമയം കഴിഞ്ഞാല് ഇപ്പോഴടുത്ത് കടയിൽ പോയാല് നമ്മൾ പറയാറില്ലേ, അടുത്ത കടയിൽ പോയിട്ട് വരാൻ ഒരു അരമണിക്കൂറേ വേണ്ടു, 2 സാധനമേ വാങ്ങണ്ടു. അവിടുന്ന് വാങ്ങിയിട്ട് തിരിച്ചു വരാൻ ഒന്നുമില്ലാത്ത ഒരു ചെറിയ റോഡ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് പോവേ വേണ്ടു. അപ്പോൾ തന്നെ വരാൻ വൈകിയാല് നമ്മുടെ നെഞ്ചിടിക്കുന്ന കാണാം. എന്തുകൊണ്ടാ? എന്തൊക്കെയോ എന്തോ അവര് ആടെ കുറച്ചപ്പുറം കുറച്ച് ആൾക്കൂട്ടം കണ്ടാല് അയ്യോ പേടിച്ചു, എന്തെങ്കിലും പറ്റുമോ എന്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേടി വരും. അത് നമ്മുടെ ഉള്ളിലുള്ള മമത്വത്തിൽ നിന്ന് വരുന്ന ഒരു ഭയമാണ്. ഇവിടെയും അതെ, നാരദർ പറയുന്ന ആ സമയം അടുത്തോ എന്ന് പേടി. ഇനി നമുക്ക് പ്രിയം ഏറ്റവും ഇഷ്ടമായ ശ്രീകൃഷ്ണ ഭഗവാനെ എന്തെങ്കിലും സംഭവിച്ചോ, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ ദ്വാരകയിൽ, എന്തുകൊണ്ടാ അർജുനൻ വരാൻ ഇത്ര വൈകിയത് എന്നുള്ള ആ ഭയത്തിൽ നിന്ന് യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിൽ ഉണ്ടായ കുചിന്തകൾ എന്ന് പറയാം. കുചിന്തകൾ, ഭയത്തിൽ നിന്നുണ്ടായ മോശമായ ചിന്തകളാണ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത്. മൃത്യുധൂതോയ മൂലഃ കംഭേന്മനഃ മൃത്യുലോകസ്ഥകുക്വാനേരനിദ്രോ ശൂന്യമിച്ഛതഃ. ഈ മാടപ്രാവ് മരണത്തെ അറിയിക്കുന്നു. പൂവനും കാക്കകനും മനസ്സിനെ വിറപ്പിച്ചും കൊണ്ട് അവയുടെ ശബ്ദങ്ങളാൽ ലോകം ശൂന്യമാകാൻ പോകുന്നുവെന്ന് എന്നെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവയെ പോലെ എപ്പോഴും ശബ്ദിക്കുന്നു. അപ്പം രാത്രിയൊക്കെ കൂമൻ കരയുന്നതൊക്കെ അശുഭ ലക്ഷണമാണ്. കാക്ക കരയുന്നതും അശുഭമായിട്ടാണ്. പക്ഷെ കാക്കയുടെ ചില കരച്ചിലൊക്കെ ഇല്ലേ ശുഭമായിട്ടും നമ്മൾ കാക്കയെ 2 വിധത്തിൽ നമ്മൾ അതിനെ ആദരിക്കാറുണ്ട്, അതിനെ അപമാനിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ആദരിക്കുന്നത്? നമ്മുടെ ശ്രാദ്ധകർമ്മത്തിന് അയ്യോ കാക്ക വരണം 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 എന്ന് പറഞ്ഞിട്ട് നാം കൈകൊട്ടി വിളിക്കും കാക്ക. അപ്പോൾ കാക്കയെ നാം ആദരിക്കും. പിന്നെന്താ? വിരുന്ന് വിളിക്കുന്നുണ്ട് കാക്ക. അയ്യോ ഇന്ന് ആരോ വരുന്നുണ്ട്, ഇന്ന് ഇതാ കദളിവാഴ കൊമ്പിലിരുന്ന് കാക്കയെ അന്ന് വിരുന്ന് വിളിച്ചു. അതുമാതിരി നമ്മുടെ ഏതെങ്കിലും വീടിന്റെ അടുത്ത് വന്നിട്ട് ഒരു കാക്ക ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചാൽ നമ്മൾ പറയും, ഓ ഇന്ന് ആരൊക്കെയോ വരാനുണ്ട്, കാക്ക ഇതാ വിരുന്ന് വിളിക്കുന്നു. അപ്പൊ ചോറിന് അരി കൂടുതൽ ഇട്ടേന്നൊക്കെ പണ്ട് ആൾക്കാർ പറയും. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഗ്യാസും കുക്കറൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും വന്ന് കയറിയിട്ടും ഭക്ഷണം വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. അല്ല, ഇതൊക്കെ ദുർലക്ഷണങ്ങളായാണ് കരുതുന്നത് എന്ന്. അപ്പം ഊമൻ രാത്രി മൂളുന്നതും കാക്കയുടെ ശബ്ദമൊക്കെ ദുർലക്ഷണമായിട്ട് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് തോന്നിയത് കൊണ്ടാവാം നമ്മളും അതേപടി സ്വീകരിച്ചിട്ട് ഇതിനൊക്കെ ദുർലക്ഷണങ്ങളായിട്ട് കരുതി പോകുന്നത്. ഇതിലൊന്നും കാര്യമില്ലേ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. എപ്പോഴാണോ? ഭയക്കുമ്പോൾ കാര്യമുണ്ട്. ഭയക്കുമ്പോൾ നിശ്ചയമായിട്ടും നാം വിചാരിച്ച കാര്യങ്ങൾ അത് നടക്കും എന്നുള്ളത് ശരിയാ. അതുകൊണ്ടാണ് സങ്കല്പം എപ്പോഴും ശിവ സങ്കല്പമായിരിക്കണം. ഒരു കുട്ടി പുറത്തു പോയാലില്ല, അവൻ ആ സാധനം വാങ്ങിച്ച് ധൈര്യത്തോടെ വരും, അവനൊന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കാനാണ്? അവൻ ഭഗവാന്റെ മക്കളല്ലേ, ഭഗവാന്റെ മകനല്ലേ, അവന് നല്ലതേ വരുള്ളൂ, എപ്പോഴും നല്ലതേ വരും. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു കൂടാ എന്നാണ് ആചാര്യന്മാര് ചോദിക്കുന്നത്. എന്തിനാ നിങ്ങൾ താഴ്ന്ന നിലയിൽ ചിന്തിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു? ശിവ സങ്കല്പം എന്തുകൊണ്ടായിക്കൂടാ? പക്ഷെ ഇവിടെ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് എന്തായാലും അർജുനൻ വരുന്നതും ആ നിലയിൽ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നമ്മൾ എന്ത് ചിന്തിച്ചുവോ അത് സംഭവിക്കും. അത് പ്രകൃതി നിയമമാണ്. എന്ത് സങ്കല്പിച്ചുവോ അത് ഉണ്ടാകും, പ്രകൃതി നിയമം. അതുകൊണ്ട് സങ്കല്പിക്കുമ്പോൾ ശുഭം മാത്രം സങ്കല്പിക്കുക, ശിവം മാത്രം സങ്കല്പിക്കുക. ശിവ സങ്കല്പങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ മോശം ചിന്തകൾ വരുമ്പോൾ ഉടനെ മാറ്റുക. വരാറുണ്ട്, എല്ലാവർക്കും വരാറുണ്ട്, നമുക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഉടനെ ആചാര്യൻ പറഞ്ഞത് നാം ഓർക്കും, അങ്ങനെ ചിന്തിക്കരുത്, നമുക്ക് മാറ്റാം, ഇനി ഇങ്ങനെ ചിന്തിക്കാം എന്ന് വിചാരിച്ചിട്ട് നാം ഇങ്ങനെ ചിന്തിക്കും. ആചാര്യങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനെ ശുഭമായി ചിന്തിക്കണം, ശിവമായി ചിന്തിക്കണം. അപ്പം നമ്മുടെ ചിന്ത എപ്പോഴും ഈശ്വര പ്രേരണയാൽ
ഈശ്വരേച്ഛയാൽ ഈശ്വര കർമ്മത്തിനുള്ള ചിന്തയാവണം. അതുകൊണ്ട് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെ. ഇത്രയേ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാം ശുഭമായിരിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അത് എല്ലാവർക്കും വേണ്ടി നന്മ വരുത്തുന്നുള്ള ചിന്തയായിരിക്കണം നമുക്ക് വരുത്തേണ്ടത്. അപ്പം നമ്മളെ 16ാമത്തെ ശ്ലോകത്തിന്റെയും കൂടി വായിച്ചിട്ട് നമുക്ക് ഇന്ന് ഉപസ്ഥിതിക്കാം. ദിക്കുകൾ ധൂമ്ര നിറമായിരിക്കുന്നു. ചന്ദ്രസൂര്യന്മാരെ പരിവേഷങ്ങൾ ചുറ്റുന്നു. ഭൂമി മലകളോടുകൂടെ ഇളകുന്നു. മേഘമില്ലാതെ തന്നെ മഹത്തായ ഇടിയുണ്ടാകുന്നു. മിന്നലും അതോടുകൂടെ പുറപ്പെടുന്നു. ദുർലക്ഷണങ്ങൾ നമുക്കും ഉണ്ടാവാറുണ്ട്. നാം എന്തിനെങ്കിലും ഭയപ്പെടുമ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ തോന്നാറുണ്ട്. പലതുമാതിരി നമുക്ക് മോശം കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. എന്തൊക്കെയോ ഇതാ സംഭവിക്കാൻ പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ ലോകമാണത്. മറ്റുള്ള ലോകത്തെ അത് ബാധിക്കില്ല. എന്റെ ഭയലോകമാണ് ദുർലക്ഷണങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ഇന്ന് ധ്യാനമുള്ളതാണ്. ഓം നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. തം നമാമി ഹരിം പരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.